إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഏവരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും സദാസമയവും അതിസൂക്ഷ്മമായി നമ്മെ കാണുകയും അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും, പ്രത്യേകിച്ച് നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളിൽ കാത്തു സൂക്ഷിക്കണേ എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. അതിലേറ്റവും വലിയ അനുഗ്രഹം വിശ്വാസിയാകാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ്. അതേപോലെ തന്നെ വിശ്വാസികൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ നിഅമത്താണ് നമ്മെ ഏറെ സ്നേഹിക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് നൽകി അനുഗ്രഹിച്ചു എന്നത്. വിശുദ്ധ ഖുർആൻ ആ കാര്യം സൂറത്ത് ആലു ഇമ്രാനിലെ 163 ആയത്തിൽ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന ഒരു പ്രവാചകൻ,
അങ്ങനെ ഒരു പ്രവാചകനെ സത്യദീനുമായി സ്വർഗത്തിന്റെ വഴി കാണിക്കുന്ന ഒരു പ്രവാചകനെ നമുക്ക് നൽകി എന്നത് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകിയ വലിയ അനുഗ്രഹമാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം പറഞ്ഞത് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അള്ളാഹു മഹത്തായ അനുഗ്രഹമാണ് നൽകിയിട്ടുള്ളത്. ഇത് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവരിൽ നിന്നു തന്നെയുള്ള ഒരു റസൂലിനെ നിയോഗിക്കുക വഴി, യത്ലു അലൈഹിം ആയാതി, അള്ളാഹുവിന്റെ ആയാത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുകയും, വയുസക്കീഹിം, അതിലൂടെ അവരെ സംസ്കരിക്കുകയും, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് വേദഗ്രന്ഥവും അതേപോലെ തന്നെ തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്തു. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവരേറ്റവും വഴിപിഴച്ച ഒരു ജനസമുദായമായിരുന്നു. അപ്പോൾ ഏറ്റവും വഴിപിഴച്ച ജാഹിലിയത്തിന്റെ ഇരുണ്ട യുഗത്തിൽ ജീവിച്ച മനുഷ്യരിലേക്ക് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചു. അതേപോലെ വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്ത് അവരിൽ സംസ്കരണം നടത്തി. ഇത് പ്രവാചകൻ നമ്മളിലേക്ക് വന്നു എന്നത് വലിയ അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയാണ്. നമുക്കേറെ ആവശ്യമുള്ള ഒരു കാര്യം ചെയ്തു തന്ന വ്യക്തിയോട് നമുക്ക് സ്നേഹവും കടപ്പാടും ഉണ്ടാകാറുണ്ട്. എന്നാൽ നമുക്ക് ഏറ്റവും വലിയ സൗഭാഗ്യമായ ഹിദായത്ത്, സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികൾ, അതിന്റെ നിർദ്ദേശങ്ങൾ, അതിന്റെ മാർഗങ്ങൾ കാണിച്ചു തന്ന ഒരു പ്രവാചകൻ, അതിന് കാരണക്കാരനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ജീവനേക്കാളേറെ സ്നേഹിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധമായ ബാധ്യതയാണ്. നമുക്കറിയാം, ഓരോ കാലഘട്ടത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചക ശൃംഖലകൾ 1,1,4,00,000 പ്രവാചകന്മാർ ലോകത്ത് കടന്നു വന്നിട്ടുണ്ട്. ആ ശൃംഖലയുടെ അവസാനത്തെ കണ്ണിയായി, ഖാത്തമുൻ നബിയായി, അന്ത്യപ്രവാചകനായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് മുഴുവൻ കാരുണ്യമായി, മാതൃകയായി നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയായിലൂടെ അത് പറയുന്നുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല. അപ്പോൾ പ്രവാചകനെ ലോകത്തിന് മുഴുവൻ കാരുണ്യമായി, റഹ്മത്തായിട്ടാണ്. അപ്പോൾ മുസ്ലിമീങ്ങളുടെ മാത്രം പ്രവാചകനല്ല, വിശ്വാസികളുടെ മാത്രം പ്രവാചകനല്ല, ലോകത്തിന് മുഴുവൻ കാരുണ്യമായിട്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ളത് എന്നാണ്. ഇവിടെ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുമ്പോൾ എല്ലാവർക്കും അതിൽ മാതൃകയുണ്ട്, എല്ലാ രംഗത്തും അതിൽ മാതൃകയുണ്ട് എന്നാണ്. ആ പ്രവാചകന്റെ നാമം പല സന്ദർഭങ്ങളിലായി നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസി സമൂഹം ആ പ്രവാചകനെ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കിയ, നമ്മൾ ചൊല്ലുന്ന ഷഹാദത്ത് കലിമ, ഇസ്ലാം കാര്യങ്ങൾ, ഇസ്ലാം നിർമ്മിക്കപ്പെട്ട 5 തൂണുകളിൽ ഒന്നാമത്തെ തൂണ് ഷഹാദത്താണ്. അതിന്റെ ആദ്യ ഭാഗമായിരുന്നു നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് ഷഹാദത്തിന്റെ ഒരു പാർട്ട്. അതിന്റെ രണ്ടാമത്തെ പാർട്ട് എന്താണ്? വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നമ്മൾ നമസ്കാരത്തിലൂടെ നിരന്തരമായി ആ പ്രവാചകന്റെ പേര് പറയാത്ത നമസ്കാരങ്ങളില്ല. അത് ഫർള് നമസ്കാരങ്ങളിലും സുന്നത്ത് നമസ്കാരങ്ങളിലും പ്രവാചകന്റെ പേര് പറയാത്ത ബാങ്കുകളില്ല. അതേപോലെ തന്നെ സ്വലാത്തുകളിലൂടെ നിരന്തരം പ്രവാചകന്റെ നാമവും പ്രശസ്തിയും ഈ ദുനിയാവിൽ ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കുകയാണ്. വിശുദ്ധ ഖുർആൻ അതാണ് പറഞ്ഞത്, അലം നശ്റഹ് ലക സദ്റക് വറഫഅനാ ലക ദിക്റക്. പ്രവാചകരെ, താങ്കളുടെ കീർത്തി, താങ്കളുടെ ആ പ്രസിദ്ധി നാം ഉയർത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ലോകത്ത് കോടാനുകോടി മനുഷ്യർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നാമം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഉത്ബോധനങ്ങളിലായി, അതല്ലെങ്കിൽ മറ്റു സംസാരങ്ങളിലായി, ദിക്റുകളിലായി ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാമം പല രൂപത്തിൽ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവാചകനിൽ എല്ലാ നിലക്കും നമുക്ക് മാതൃകകൾ, എല്ലാ രംഗത്തും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് മാതൃകയുണ്ട്. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അതെ, നിങ്ങൾക്ക് കൃത്യമായി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട്. എല്ലാ നിലക്കും ആ പ്രവാചകനിൽ മാതൃകയുണ്ട്. ഒരു മകൻ എന്ന നിലയിൽ, ഒരു ഉപ്പ എന്ന നിലയിൽ, ഒരു വല്ലിപ്പ എന്ന നിലയിൽ, മരുമകൻ എന്ന നിലയിൽ, ഒരു
പഠിതാവ് എന്ന നിലയിൽ, വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, അതേപോലെ ഒരു സൈനിക കമാൻഡർ എന്ന നിലയിൽ പ്രവാചകന്റെ ജീവിതത്തിലെ എല്ലാ രംഗത്തും അവിടുത്തെ മാതൃകകൾ നമുക്ക്, വലിയ മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പ്രവാചകൻ എല്ലാ വഴികളും നമുക്ക് പഠിപ്പിച്ചു തന്നു. സ്വർഗത്തിലേക്ക് നമുക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരാനുള്ള മുഴുവൻ വഴികളും ആ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്ന എല്ലാ മാർഗങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇമാം തബറാനി റഹ്മഹുല്ലാ പറയാണ്, മാ ബഖിയ ശൈഉൻ യുഖർരിബു മിനൽ ജന്നതി വയുബാഇദുൻ നാർ ഇല്ലാ വഖദ് യുബയ്യിനുഹു ലക്കും. അതെ, ഈ പ്രവാചകൻ എല്ലാം സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എത്തിച്ചു തന്നു. അതേപോലെ നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റി നിർത്തുന്നതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയത്. മാത്രമല്ല, ആ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നു. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ വിശ്വാസി സമൂഹം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ പ്രാർത്ഥനാ വചനം പ്രവാചകന് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദുനിയാവിൽ മാത്രമല്ല പ്രവാചകന്റെ കീർത്തി, മരണാനന്തര ജീവിതത്തിലും പരലോകത്തും പ്രവാചകന്റെ ഫളലുകൾ അനവധി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പരലോകത്ത് ആദ്യം കടന്നു വരുന്ന അവിടുത്തെ ആദം സന്തതികളുടെ നേതാവ് അന സയ്യിദു വുൽദി ആദമ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആദം സന്തതികളുടെ ഈ മാനവ സമൂഹത്തിന്റെ സയ്യിദാണ് ഞാൻ, നേതാവാണ് ഞാൻ. വ അവ്വലു മൻ യുൻശഖു അൻഹുൽ ഖബർ, അതെ, ആദ്യം ഖിയാമത്തിൽ ഖബർ പിളർന്ന് ആദ്യം പുറത്തു വരുന്നത് ഞാനായിരിക്കും. തീർന്നില്ല, വ അവ്വലു ശാഫിഈൻ വ അവ്വലു മുശഫ്ഫഈൻ, ആദ്യമായി ശുപാർശ ചെയ്യുന്നത്, അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയുന്നത് ഞാനായിരിക്കും. ഇങ്ങനെ എത്രയെത്ര സ്ഥാനവും ശ്രേഷ്ഠതയുമാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. ഇവിടെ ആ പ്രവാചകൻ, ആ ലോകത്തിന്റെ പ്രവാചകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. ഒരാൾ പ്രവാചകനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അവൻ ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. ഇസ്ലാമിൽ അവന് വാജിബാണ് ആ പ്രവാചകനെ സ്നേഹിക്കുക എന്നുള്ളത്. അങ്ങനെ സ്നേഹിക്കാത്ത ആളുകൾക്ക് ഇസ്ലാമിൽ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ഇല്ല. അവൻ കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്ത ഒരാൾ, അതാണ് വിശ്വാസിയാകണമെങ്കിൽ പ്രവാചകനെ സ്നേഹിക്കൽ അനിവാര്യമാണെന്ന് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. സൂറത്തു അഹ്സാബ് 6-ാമത്തെ വചനം, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അതേ, വിശ്വാസികൾക്ക് അവരുടെ നഫ്സുകളെക്കാൾ, അവരുടെ സ്വന്തത്തെക്കാൾ പ്രിയപ്പെട്ടവനാണ് പ്രവാചകൻ. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്ന ഹദീസുകളിൽ നമുക്ക് കാണാം, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. ഏതുവരെ? പ്രവാചകൻ പറയാണ്, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ, മുഴുവൻ ജനങ്ങളെക്കാൾ, സ്വന്തം പിതാവിനെയും സന്താനങ്ങളെയും മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നത് വരെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും വിശ്വാസം പൂർണ്ണമാവുകയില്ല. അപ്പോൾ ഒരാൾക്ക് വിശ്വാസിയാവണമെങ്കിൽ പ്രവാചകനെ സ്നേഹിക്കൽ വാജിബാണ്, നിർബന്ധമാണ്. എത്രത്തോളം സ്നേഹിക്കണം? സ്വന്തം മാതാപിതാക്കളെക്കാളേറെ ആ പ്രവാചകനെ സ്നേഹിക്കണം. സ്വന്തം മക്കളെക്കാളേറെ, സഹോദരങ്ങളെക്കാളേറെ, ഇണകളെക്കാളേറെ, കുടുംബക്കാരെക്കാളും, വീടിനെക്കാളും, കച്ചവടത്തെക്കാളും, സമ്പത്തിനേക്കാളും ഏറെ ആ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസികൾ സ്നേഹിക്കണം. അല്ലെങ്കിൽ അവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 24-ാമത്തെ ആയത്തിൽ ഓരോ കാര്യങ്ങൾ എടുത്തു വെച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരാണ്. ഖുൽ, നബിയെ പറയുക, ഇൻകാന ആബാഉക്കും, അവരുടെ പിതാക്കന്മാർ, വ അബ്നാഉക്കും, അവരുടെ മക്കൾ, വ ഇഖ്വാനുക്കും, അവരുടെ സഹോദരങ്ങൾ, വ അസ്വാജുക്കും, അവരുടെ ഇണകൾ, വ അശീറത്തുക്കും, അവരുടെ കുടുംബങ്ങൾ, വ അംവാലുൻ ഇഖ്തറഫ്തുമുഹ, നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്തുക്കൾ, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ, മാന്യം നേരിടുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ, വ മസാകിനു തർദൗനഹ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ പാർപ്പിടങ്ങൾ, വീടുകൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലി, അല്ലാഹുവിനെക്കാളും റസൂലിനെക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിരുന്നാൽ, വ ജിഹാദിൻ ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗത്തിലെ ജിഹാദിനെക്കാളും നിങ്ങൾക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പ്രിയപ്പെട്ടതായാൽ, ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അല്ലാഹുവിന്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു
ഫാസിഖീങ്ങളെ നേർമാർഗത്തിലാക്കുന്നതല്ല. അപ്പൊ ഇതിനേക്കാളെല്ലാം നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരിക്കണമെന്നാണ്. പക്ഷേ നമ്മളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം പറയുമ്പോൾ ആ പ്രവാചകന്റെ അധ്യാപനങ്ങൾ സ്വീകരിക്കുന്നതിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതാണ്. പ്രവാചക സ്നേഹം അനിവാര്യമാണ്, നിർബന്ധമാണ്. അത് ഇല്ലാത്തവൻ സ്ഥാനമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും സംസാരിക്കുന്ന ഞാനും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രവാചക സ്നേഹമുണ്ടോ? പ്രവാചകൻ പഠിപ്പിച്ച നിയമങ്ങളോട്, നിർദ്ദേശങ്ങളോട്, വിഷയങ്ങളോട് അത് ഭാര്യ എതിരാണെന്ന് കണ്ട് നമ്മൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായോ? ഭാര്യയ്ക്ക് ഇഷ്ടമല്ല, എന്നാൽ പ്രവാചകൻ വിരോധിച്ചു, നമ്മളത് ചെയ്യുന്നു. അല്ലെങ്കിൽ കുടുംബക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നു, ഇങ്ങനെ അല്ലാതെ പോകാൻ കഴിയില്ല, പ്രവാചകന്റെ ഒരു നിർദ്ദേശം അങ്ങനെ ചെയ്യരുത് എന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ നിർബന്ധമായി ചെയ്യണമെന്നുണ്ട്. അവിടെയെല്ലാം നമ്മൾ കുടുംബത്തിന്റെ അഭിപ്രായങ്ങൾ, അതേപോലെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ കച്ചവട രംഗത്തുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പ്രവാചകനെക്കാളും അള്ളാഹുവിനെക്കാളും പ്രവാചകനെക്കാളും അതിന്റെ വിധിവിലക്കുകളെക്കാളും നമ്മൾ അതിനാണ് പ്രാധാന്യവും പ്രാമുഖ്യവും നൽകുന്നതെങ്കിൽ നമ്മുടെ പ്രവാചക സ്നേഹത്തെ നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി നമുക്ക് ഈ കാര്യങ്ങൾ പഠിപ്പിച്ചത്. സ്വന്തം നഫ്സിനെക്കാളും ഏറെ ആ പ്രവാചകനെ ഇഷ്ടപ്പെടണമെന്നാണ്. നമ്മൾ നിരവധി തവണ കേട്ട ഒരു സംഭവമുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, എന്നെ കഴിഞ്ഞാൽ എനിക്ക് മറ്റെന്തിനേക്കാളും പ്രവാചകരെ താങ്കളെയാണ് എനിക്കിഷ്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതില്ല, ഇല്ല, വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, നിന്നെക്കാളും എന്നെ ഇഷ്ടപ്പെടുന്നതുവരെ നീ വിശ്വാസിയാവുകയില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തിരുത്തുകയാണ്. ഞാൻ എന്റെ സ്വന്തം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ലോകത്ത് താങ്കളെയാണെന്നാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാചകം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി. അദ്ദേഹം തിരുത്തി പറഞ്ഞു, എങ്കിൽ ഞാൻ പ്രവാചകരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അൽ ആന വല്ലാഹി ലഅൻത അഹബ്ബ ഇലയ്യ മിൻ നഫ്സി, ഞാൻ എന്റെ നഫ്സിനെക്കാളുമേറെ പ്രവാചകരെ താങ്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പോഴാണ് ഉമർ ആ ഈമാനിന്റെ പൂർണ്ണതയിലേക്ക് വന്നത്. കാരണം എന്തിനേക്കാളുമേറെ ആ പ്രവാചകനെ സ്നേഹിക്കുന്നവർക്കേ ഇസ്ലാമിൽ സ്ഥാനമുള്ളൂ, മുഅ്മിനാവുകയുള്ളൂ എന്നാണ്. ഇവിടെ ഈമാനിന്റെ മാധുര്യം, അതിനൊരു ഹലാവത്തുണ്ട്, അതിനൊരു മാധുര്യമുണ്ട്. ഒരാൾ ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ അതിനൊരു ഹലാവത്തുണ്ട്. തിന്മ ചെയ്യുന്നവർക്ക് തിന്മയുടെ വഴിയിൽ പോകുമ്പോൾ, അധർമ്മത്തിന്റെ വഴിയിൽ പോകുമ്പോൾ അവന് പിശാചു നൽകുന്ന ഒരു ആനന്ദം, ഒരു ഹലാവത്തുമുണ്ട്. അതിനേക്കാളും വലിയ ഹലാവത്ത് ദീനും അള്ളാഹുവിന്റെ വിധിവിലക്കുകളും പ്രവാചകന്റെ സുന്നത്തുകളും അത് ജീവിതത്തിൽ പകർത്തി അതിനെ ആരെങ്കിലും പരിഹസിച്ചാൽ പോലും അതിന്റെ അത്തരം ആളുകളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഈമാനികമായ ഒരു ഹലാവത്ത് അതിനുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈമാനിന്റെ മാധുര്യം നുകരാൻ കഴിയണമെങ്കിൽ മനസ്സിലും പ്രവർത്തനത്തിലും ആ പ്രവാചക സ്നേഹം വേണം. പറച്ചിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ആ പ്രവാചക സ്നേഹം പ്രകടമാകേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂൽ പറയാണ്, സലാസുൻ, മൂന്ന് കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ, ആരിലാണോ ഉള്ളത് മൂന്ന് കാര്യങ്ങളിൽ ഒരാളിൽ ഉണ്ടായാൽ അവൻ ഈമാനിന്റെ ഹലാവത്ത്, ഈമാനിന്റെ മാധുര്യം അവൻ അനുഭവിച്ചു. എന്താണ് ആ കാര്യങ്ങൾ? മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് റസൂലുള്ള പറഞ്ഞത്, അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അല്ലാഹുവും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും പ്രിയങ്കരമാവുക, അല്ലാഹുവും അവന്റെ റസൂലും മറ്റേതു കാര്യങ്ങളെക്കാളും നമുക്ക് ഇഷ്ടമുള്ളതാവുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇവിടെ പ്രവാചക സ്നേഹം നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇവിടെ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണങ്ങൾ നമ്മൾ ചരിത്രത്തിന്റെ പിന്നോട്ട് പോയാൽ, ആരായിരുന്നു പ്രവാചകൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്? ആരായിരുന്നു, ഏത് സമൂഹമായിരുന്നു പ്രവാചകനെ ഏറ്റവും അധികം സ്നേഹിച്ചത്? ആദ്യ തലമുറയാണ്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ എന്ന് പറഞ്ഞ അൻസ്വാറുകളിൽ നിന്ന്, മുഹാജിറുകളിൽ നിന്നപ്പെട്ട ആ പ്രവാചകന്റെ കൂടെ ജീവിച്ച ഖൈറുന്നാസി ഖർനി എന്ന് പറഞ്ഞ ആദ്യ തലമുറയുണ്ടല്ലോ, ആ സഹാബത്തിന്റെ തലമുറ, ആ തലമുറയാണ് പ്രവാചകനെ സ്വന്തം ജീവനെക്കാളുമേറെ പ്രവാചകനെ സ്നേഹിച്ചവർ. ജീവൻ നഷ്ടപ്പെട്ടാലും റസൂലിനൊരു പോറലും ഏൽക്കരുത് എന്നായിരുന്നു അവരാഗ്രഹിച്ചതും പ്രവർത്തിച്ചു. പക്ഷേ നമുക്കിന്ന് പ്രവാചകന്റെ ജീവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രവാചകൻ നമ്മുടെ കൂടെയില്ല. എന്നാൽ അവർ പ്രവാചക അധ്യാപനങ്ങളെ ഏറ്റെടുക്കുന്നതിന്റെ കൂടെ പ്രവാചകന്റെ ശരീരത്തെയും അവർ സംരക്ഷിച്ച ചരിത്രങ്ങൾ കാണാം. ഹിജറ വേളയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു
അദ്ദേഹം 4 പാഠം നടന്ന സംഭവം നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം മദീനയിലേക്കുള്ള ഹിജ്റയിൽ മക്കയിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹം മുന്നിലും പിന്നിലും അതേപോലെ 4 ഭാഗത്തുകൂടി മാറി മാറി നടന്നു. എന്തായിരുന്നു അതിന്റെ കാരണം? പ്രവാചകന്റെ ശത്രുക്കൾ ആക്രമിക്കുമോ എന്ന് ഭയന്നായിരുന്നു. പ്രവാചകന്റെ ചുറ്റുപാടും നടന്നുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഹിജ്റയുടെ രൂപം എന്ന് കാണാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹു ശത്രുക്കൾ കൊല്ലുമെന്നറിഞ്ഞിട്ടും ഹിജ്റ പോകുന്ന സമയത്ത് പ്രവാചകന്റെ വിരിപ്പിൽ സ്വന്തം ശരീരത്തിന് സ്വന്തം ശരീരം അവിടെ കൊല ചെയ്യപ്പെടുമെന്നറിഞ്ഞിട്ടും വിരിപ്പിൽ കിടക്കാൻ തയ്യാറായ മഹാനായ അലി റളിയല്ലാഹു അൻഹു. മാത്രമല്ല ത്വൽഹത്ത് ബിൻ ഉബൈദില്ല എന്ന് പറയുന്ന സഹാബി പ്രവാചകന്റെ ശരീരത്തെ പോലും സ്നേഹിച്ച സഹാബിയാണ്. അതുകൊണ്ടാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലയെ പറ്റി പ്രവാചകൻ പറഞ്ഞൊരു വാചകം ഹദീസിൽ കാണാൻ സാധിക്കും. റസൂൽ പറയണം, മൻ സറഹു അൻ യൻദുറ ഇലാ ഷഹീദിൻ യംശി അലാ വജ്ഹിൽ അർദ്. ഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു ഷഹീദിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ ഫൽയൻദുർ ഇലാ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല. ദാ നിങ്ങൾ ഈ കാണുന്ന ത്വൽഹത്ത് ബിൻ ഉബൈദില്ലയെ നോക്കുക. അത് ഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു രക്തസാക്ഷിയാണ് ത്വൽഹ. എന്താ ത്വൽഹ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് രക്തസാക്ഷിയായത്? ഉഹദ് യുദ്ധത്തിൽ മുസ്ലിം സൈന്യം പരാജയം നേരിട്ടപ്പോ അവിടെ ആദ്യം വിജയിച്ചെങ്കിലും അവിടെ അമ്പയത്തിന് പ്രവാചകൻ നിശ്ചയിച്ച ആളുകൾ മലമുകളിൽ നിന്ന് ഇറങ്ങുകയും പിന്നീട് ചതിയിലൂടെ ശത്രുക്കൾ ഇരച്ചു കയറി വന്ന ആ സംഭവത്തിൽ പ്രവാചകനു നേരെ ഉതിർത്ത അമ്പുകൾ തന്റെ വിരിമാറു കാണിച്ച് സ്വന്തം ശരീരം കൊണ്ട് തടുത്ത സഹാബിയാണ് ത്വൽഹത്ത് ബിൻ ഉബൈദില്ല എന്ന് പറയുന്ന സഹാബി. അദ്ദേഹം പ്രവാചകനെ സംരക്ഷിച്ചു. ഒരു അമ്പ് പോലും പ്രവാചകന്റെ ദേഹത്ത് തറിക്കുന്നത് അവരിഷ്ടപ്പെട്ടില്ല. നമ്മുടെ ശരീരം പോലെ തൊട്ടാൽ അവിടെ അമ്പേറ്റാൽ വേദനിക്കുന്ന രക്തം പൊടിയുന്ന ശരീരമാണ് സഹാബത്തിന്റെ ശരീരം. പക്ഷെ പ്രവാചകന്റെ നേരെ വരുന്ന അമ്പുകളെ ചരിത്രം പറയുന്നത് 80-ൽ പരം അമ്പും വെട്ടും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഏൽക്കേണ്ടി വന്നു എന്നാണ്. സ്വന്തം ജീവൻ പണയം വെച്ച് പ്രവാചകനെ സ്നേഹിച്ച ത്വൽഹത്ത് ബിൻ ഉബൈദില്ല എന്ന സഹാബി, അവരൊക്കെയായിരുന്നു പ്രവാചകനെ സ്നേഹിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബു ഉബൈദ ആമിർ ബിനുൽ ജറാഹ് അദ്ദേഹത്തിന് മരണം വരെ 2 മുൻപല്ലുകൾ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു? പ്രവാചകന് ശരീരത്തിൽ തറിച്ച ഒരു ആണി അദ്ദേഹത്തിന്റെ പല്ലുകൾ കൊണ്ട് കടിച്ച് അദ്ദേഹം പുറത്തേക്ക് എടുത്തത് കാരണം അദ്ദേഹത്തിന് 2 പല്ലുകൾ നഷ്ടപ്പെട്ടു. ആ പല്ലുകൾ നഷ്ടപ്പെട്ടവനായി അത് പ്രവാചകനെ സംരക്ഷിച്ചതിന്റെ പേരിൽ അത് അദ്ദേഹം ആ നിലക്ക് കൊണ്ടു നടന്നു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും സ്നേഹിച്ച സഹാബത്തിന്റെ എമ്പാടും ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഇതെല്ലാം പ്രവാചകനെ അവർ സ്നേഹിച്ചു, ശരീരത്തെ സംരക്ഷിച്ചു. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ പഠിപ്പിച്ച വിഷയങ്ങളെ അത് ജീവിതത്തിലേക്ക് പകർത്തിക്കൊണ്ടായിരുന്നു സഹാബത്തിന്റെ ആ സ്നേഹം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്? പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളെ, പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകളെ, പ്രവാചകൻ പഠിപ്പിച്ച നന്മകളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കേണ്ടത്. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു. ആ പ്രവാചകൻ നിങ്ങൾക്ക് എന്താണോ കൊണ്ടുവന്നത് അതിനെല്ലാം നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു. ആ പ്രവാചകൻ എന്തിൽ നിന്നെല്ലാം നിങ്ങളെ വിരോധിച്ചോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുക. അപ്പോൾ പ്രവാചക സ്നേഹത്തിന്റെ മർമ്മം അവിടെയാണ് നിൽക്കുന്നത്. പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരിക. പ്രവാചകൻ പഠിപ്പിച്ച ഓരോ വിഷയങ്ങളോടും ജമാഅത്ത് നമസ്കാരങ്ങൾ, പുരുഷന്മാർ കൃത്യമായി പള്ളിയിലേക്ക് പോകണം. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇങ്ങനെ ഓരോ നിർദ്ദേശങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ പ്രവാചകന്റെ അധ്യാപനങ്ങൾ, നിർദ്ദേശങ്ങളെ നമ്മളിൽ എത്ര ആളുകൾ അത് ജീവിതത്തിലേക്ക് പകർത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പ്രവാചകൻ ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് നമുക്ക് എത്ര പേർക്ക് അതിനെ ഒഴിവാക്കാനും അതിനെ നമുക്ക് മാറ്റി നിർത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഒരു സഹാബി അദ്ദേഹത്തിന്റെ കൈകളിൽ സ്വർണത്തിന്റെ മോതിരം ധരിച്ചു വന്ന സഹാബിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് ഊരിയെറിയാൻ പ്രവാചകൻ പറഞ്ഞു. കാരണം ആണുങ്ങൾ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം ധരിക്കുക എന്നത് നിഷിദ്ധമാണ്, ഹറാമാണ്. ആ സഹാബി ചെയ്തത്, അദ്ദേഹം പ്രവാചകന്റെ അധ്യാപനം കേട്ട ഉടനെ കൈ വിരലുകളിൽ നിന്ന് മോതിരം ഊരി അദ്ദേഹം വലിച്ചെറിയുകയാണ്. പ്രവാചകൻ പോയി മറ്റൊരാൾ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, പ്രവാചകൻ നിങ്ങളോട് അത് ധരിക്കരുത് എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത്, അത് സ്വർണമാണ്, അതിന് വാല്യൂ ഉണ്ട്, അത് മറ്റു വേറെ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിച്ചുകൂടെ? പക്ഷെ അദ്ദേഹം പറഞ്ഞത്, എന്റെ പ്രവാചകൻ വലിച്ചെറിയാൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇനി അത് എടുക്കുകയില്ല എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. കാരണം പ്രവാചകൻ എന്താണോ പറഞ്ഞത് അത് അപ്രകാരം പ്രവർത്തിച്ചവരാണ് സഹാബികൾ എന്നാണ്. ഇബ്നു ഉമർ എന്ന സഹാബി മുത്തബിഉ സുന്ന എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പ്രവാചകനെ ചാണിനു ചാണായി മുഴത്തിനു മുഴതായി
അനുധാവനം ചെയ്ത സഹാബിയായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ ഒരു വഴിയിലൂടെ പോയി, ആ വഴിയിൽ നിന്ന് തിരിച്ചു വന്നാലും ആ പോയ വഴി വരെ അവിടം വരെ നടന്ന് തിരിച്ചു നടക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന സഹാബിയാണ് ഇബ്നു ഉമർ എന്ന സഹാബി. അങ്ങനെ പ്രവാചകനെ ആ നിലക്ക് എല്ലാ നിലക്കും പ്രവാചകനെ പിന്തുടർന്ന സഹാബികളിലാണ് പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാതൃകകൾ നമ്മൾ കാണുന്നത്. ആ നിലക്ക് പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തിയും പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നും ജീവിതത്തിൽ മാറ്റി നിർത്തിയുമാണ് നമ്മുടെ പ്രവാചക സ്നേഹം പ്രകടമാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സഹാബികൾ സ്നേഹിച്ചതുപോലെ, പ്രമാണങ്ങൾ പറഞ്ഞതുപോലെ പ്രവാചകനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും പാലിച്ച് പകർത്തിക്കൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലുക എന്നത് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം, പ്രാർത്ഥന എന്നൊക്കെയാണ് അതിന് മലയാളത്തിൽ അർത്ഥം. അതിൽ വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളോട് നിർദ്ദേശിച്ച കാര്യമാണ്. സൂറത്ത് അഹ്സാബിലെ 56-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹു വ മലായികത്തഹു യുസല്ലൂന അലൻ നബി, അല്ലാഹുവും മലക്കുകളും പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ, നിങ്ങൾ പ്രവാചകന്റെ മേൽ സ്വലാത്ത് നിർവഹിക്കുക, അവിടുത്തേക്ക് വേണ്ടി, പ്രവാചകന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമാണ്. ഇവിടെ എപ്പോഴെല്ലാം നമ്മൾ സ്വലാത്ത് ചൊല്ലണം, സ്വലാത്തിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണ്, സ്വലാത്തിന്റെ രൂപവും അതിന്റെ അർത്ഥവും ഒക്കെ അറിഞ്ഞുകൊണ്ട് നിർവഹിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു മലക്കുകളോട് നബിയെ പ്രശംസിച്ചുകൊണ്ട് പറയുമെന്നാണ്, മലക്കുകളുടെ സാന്നിധ്യത്തിൽ. അത് പറയുമ്പോൾ മലക്കുകൾ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നതാണ് ഈ ആയത്തിലെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ ധാരാളം ഹദീസുകളിൽ ഇതിന്റെ ഫളല് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജാലു ബുയൂതകും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകൾ പോലെ നിങ്ങൾ ആക്കരുത്. വലാ തജാലു ഖബ്രി ഈദൻ, എന്റെ ഖബറിനെ നിങ്ങൾ ആഘോഷ സ്ഥലങ്ങളെ ആഘോഷമയമാക്കി തീർക്കരുത്. വസല്ലു അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാതകും തബ്ലുഗ്നി ഹൈസു കുൻതും, നിങ്ങളുടെ സ്വലാത്തുകൾ എനിക്കെത്തും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അത്തരം ധാരാളം കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ സ്വലാത്ത് ചൊല്ലാതിരിക്കുന്നവരോട് പ്രവാചകൻ പറഞ്ഞത് അവൻ പിശുക്കനാണ് എന്നാണ് ഹദീസിൽ നമുക്ക് കാണുന്നത്. സ്വഹീഹ് ഇബ്നു ഹിബ്ബാനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ബഖീല, തീർച്ചയായും പിശുക്കൻ എന്ന് പറയുന്നത് മൻ ദുകിർതു, ഞാൻ സ്മരിക്കപ്പെട്ടു ഒരാളുടെ സദസ്സിലോ ഒരു വ്യക്തിയിലോ, ഇൻദഹു, അവന്റെ അടുക്കൽ, ഫലം യുസല്ലി അലയ്യ, എന്റെ പേരിൽ അവൻ സ്വലാത്തു ചൊല്ലിയില്ല, അവൻ പിശുക്കനാണ് എന്നാണ്. അപ്പൊ നമ്മൾ ബസ്സിൽ ഇങ്ങനെ പോവുകയാണ്, അവിടെ ഒരു നിരീശ്വരവാദിയാണെങ്കിലും പ്രവാചകന്റെ പേര് പറഞ്ഞാൽ നമ്മൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയണം. അത് പറയാത്തവൻ പിശുക്കനാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വലാത്ത് ചൊല്ലാത്തവൻ നശിക്കട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, റഗിമ അൻഫു റജുലിൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി, എന്റെ നാമം സ്മരിക്കപ്പെട്ടിട്ട് സ്വലാത്ത് ചൊല്ലിയില്ല ഒരാൾ, അവൻ നശിക്കട്ടെ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാമർശം. അതുകൊണ്ട് തന്നെ നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലൽ സുന്നത്താണ്. അവിടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചുരുങ്ങിയ രീതിയിലെങ്കിലും നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയണം. അതേപോലെ തന്നെ എന്റെ പേര് പറയപ്പെട്ടിട്ട് അത് ചൊല്ലാത്തവൻ മൂക്ക് മണ്ണോട് ചേരട്ടെ എന്ന മറ്റ് ഹദീസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഏതൊക്കെ സന്ദർഭങ്ങളിലായിരുന്നു പ്രവാചകൻ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥനകളിൽ സ്വലാത്തുണ്ട്. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതി, അവിടെയും സ്വലാത്തുണ്ട്. പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക. നമ്മൾ എല്ലാ നമസ്കാരത്തിന്റെയും തശഹുദിൽ അത്തഹിയാത്തിൽ
നമ്മൾ പ്രവാചകന്റെ പേരിൽ ഇബ്രാഹിമിയ സ്വലാത്ത് നമ്മൾ ചൊല്ലണം. ഇമാം ബുഖാരിയാണ് ഹദീസ് തെളിവ്. അതേപോലെ തന്നെ പിന്നെ മയ്യത്തു നമസ്കാരത്തിൽ 2ാം തക്ബീറിന് ശേഷം നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയിരുന്നു. ഇമാം ബുഖാരി മുസ്ലിമിലെ ഹദീസാണ് തെളിവ്. അതേപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മൻ സല്ല അലയ്യ ഹീന യുസ്ബിഹു അശ്റൻ വഹീന യുംസി അശ്റൻ അദ്റക്തുഹു ശഫാഅത്തി യൗമൽ ഖിയാമ, അവർക്ക് എന്റെ ശഫാഅത്ത് കിട്ടും. ആരെങ്കിലും എന്റെ മേൽ രാവിലെ 10 വൈകുന്നേരം 10 സ്വലാത്ത് ചൊല്ലിയാൽ അവർക്ക് എന്റെ ശഫാഅത്ത് പരലോകത്ത് ഖിയാമത്ത് നാളിൽ ലഭിക്കപ്പെടും എന്ന ഹദീസ്. അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം അതിനെ വർദ്ധിപ്പിക്കണം. റസൂലുള്ളാഹിന്റെ ഹദീസ് എന്താണ്? ധാരാളം വെള്ളിയാഴ്ച ദിവസത്തിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. ഇന്നമിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ ദിവസം യൗമുൽ ജുമുഅയാണ്. അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫഅക്സിറു അലയ്യ മിനസ്സലാ, എന്റെ പേരിൽ നിങ്ങൾ സ്വലാത്തിനെ അധികരിപ്പിക്കണം വെള്ളിയാഴ്ചയിൽ യൗമുൽ ജുമുഅയിൽ. ഫഇന്ന സ്വലാത്തകും മഅറൂദത്തുൻ അലയ്യ, നിങ്ങളുടെ സ്വലാത്തുകൾ എന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ഹംദും സ്വലാത്തും ചൊല്ലണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, ഇത് ദഖല റജുലുൻ ഫസല്ല സുമ്മ ഖാല അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അദ്ദേഹം പ്രാർത്ഥിച്ചു. റസൂലുള്ളാഹി ഒരു സഹാബിയുടെ പ്രാർത്ഥന കേട്ടു. പ്രവാചകൻ അദ്ദേഹത്തിന് ഒരു കാര്യം പഠിപ്പിച്ചു കൊടുത്തു. അജിൽത അയ്യുഹൽ മുസല്ലി, നീ ധൃതി കൂട്ടുകയാണോ? ഇദാ സ്വല്ലൈത ഫഖഅത ഫഹ്മദില്ല, നീ ആദ്യം അല്ലാഹുവിന് ഹംദ് ചൊല്ലുക, എന്നിട്ടോ ബിമാഹു അഹ്ലഹു സുമ്മ സ്വല്ലി അലയ്യ, എന്റെ മേൽ നീ സ്വലാത്ത് ചൊല്ലുക, സുമ്മ ദുഉഹു, പിന്നെ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അപ്പൊ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ എന്ന് ചൊല്ലി നമ്മൾ ദുആയിലേക്ക് പോകുന്ന മര്യാദയാണ് പ്രവാചകൻ ഒരു അനുചരന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ബാങ്കിന് ശേഷം ഉള്ള ബാങ്ക് കേട്ടാൽ നമ്മൾ ചൊല്ലേണ്ടത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻ പറയുന്നത് പോലെ നിങ്ങൾ പറയുക. അവിടെ ഹയ്യ അലൽ സ്വലാ ഹയ്യ അലൽ ഫലാ എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയാ. എന്നിട്ടോ പ്രവാചകൻ പറഞ്ഞു, ഫഖൂലു മിസ്ലു മാ യഖൂൽ സുമ്മ സ്വല്ലു അലയ്യ, എന്റെ മേൽ നീ സ്വലാത്ത് ചൊല്ലുക. പിന്നീട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന പ്രാർത്ഥന, അവിടെയും സ്വലാത്ത് പഠിപ്പിച്ചു. ജനങ്ങൾ ഒരുമിക്കുന്ന സദസ്സുകളിൽ മാ ജലസ ഖൗമുൻ മജ്ലിസൻ ലം യദ്കുറുല്ലാഹ ഫീ വലം യുസല്ലു അലാ നബിയിഹിം ഇല്ലാ കാന അലൈഹിം തിറതൻ ഫൈൻഷാ അദ്ദബഹും വൈൻഷാ ഗഫറ ലഹും, പ്രവാചകൻ പ്രത്യേകമായി പേര് പറയപ്പെടുമ്പോൾ അവിടെ സ്വലാത്തുകൾ ചൊല്ലണം. സ്വലാത്ത് ചൊല്ലിയാലുള്ള മഹത്വങ്ങൾ പ്രവാചകൻ പ്രത്യേകമായി പഠിപ്പിച്ചു തന്നു. 10 നന്മകൾ രേഖപ്പെടുത്തപ്പെടും. മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദ, എന്റെ പേരിൽ ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശ്റൻ, അവന്റെ പേരിൽ അല്ലാഹു 10 നന്മകൾ അവന് ലഭിക്കുന്നതാണ്. പാപങ്ങൾ മായ്ക്കപ്പെടുന്നതാണ്. വഹുത്തത അൻഹു അശ്റ ഖതീആത്ത്, 10 തിന്മകൾ അവനിൽ നിന്ന് മായ്ക്കപ്പെടും. വറുഫിഅത ലഹു അശ്റ ദറജാത്ത്, 10 ദറജകൾ അവനിൽ നിന്ന് ഉയർത്തപ്പെടും. എന്താണ്? ഒരു സ്വലാത്ത് ചൊല്ലുമ്പോഴാണ്. അപ്പൊ എത്ര മഹത്വങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് സ്വലാത്തുമായി ബന്ധപ്പെട്ട് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവാചകനോടുള്ള സ്നേഹം, പ്രവാചകന് വേണ്ടി പ്രാർത്ഥിക്കുക, പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, പ്രവാചകന് പഠിപ്പിച്ച അധ്യാപനങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണ് യഥാർത്ഥത്തിൽ പ്രവാചക സ്നേഹത്തിന്റെ മർമ്മം എന്ന് ഹദീസുകൾ, വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസുകളും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ നാം സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഈ നിലക്കുള്ള പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്തുകളാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഇബ്രാഹിമിയ സ്വലാത്തു തന്നെ പല രീതികളിൽ സ്വഹീഹായ ഹദീസുകളിൽ ചെറിയ ലഫ്ളുകളിലെ വ്യത്യാസത്തോടുകൂടെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇത്തരം സ്ഥിരപ്പെടാത്ത സ്വലാത്തുകൾ പിൽക്കാലത്ത് എഴുതി ഉണ്ടാക്കപ്പെട്ടതും ആശയത്തിൽ വമ്പിച്ച അത്തരം കുറവുകൾ വന്നതും വമ്പിച്ച തെറ്റുകൾ വന്നുകൂടിയതും ശിർക്ക് കലർന്നതുമായ സ്വലാത്തുകളുണ്ട്. നാരിയ സ്വലാത്ത് പോലെയുള്ള നേരിട്ട് പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന, രോഗം മാറ്റിത്തരണേ എന്ന് പ്രവാചകനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്ന വരികൾ ഉൾക്കൊള്ളുന്ന, എന്നാൽ പ്രവാചകനോ സഹാബികൾക്കോ പരിചയമില്ലാത്ത അത്തരം സ്വലാത്തുകൾ നമ്മൾ പിന്നീട് പിൽക്കാലങ്ങളിൽ വന്നു ചേർന്ന സ്വലാത്തുകളാണ്. അതൊക്കെ ഒഴിവാക്കുകയും അത്തരം ബിദ്അത്തുകൾ ഒഴിവാക്കുകയും യഥാർത്ഥത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ആ യഥാർത്ഥ സ്വലാത്ത് മനസ്സിലാക്കുകയും ആ നിലക്ക് അതിന് സ്വലാത്തിന് വേണ്ടി പ്രത്യേക സദസ്സുകളോ അതല്ലെങ്കിൽ സ്വലാത്ത് നഗറുകളോ സംഘടിപ്പിക്കേണ്ടതുണ്ടോ? അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓരോരുത്തർക്കും അവരുടെ വീടുകളിൽ നിന്ന് വ്യക്തിപരമായി, അവർക്ക് പള്ളികളിൽ നിന്ന് അവർ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ എന്ത് ചെയ്യാം? സ്വലാത്തുകൾ ഈ പറഞ്ഞ സന്ദർഭങ്ങളിലും സാഹചര്യത്തിലൊക്കെ അവർക്ക് എന്ത് ചെയ്യാം? നിർവഹിക്കാം. എന്നാൽ പ്രവാചകൻ നിശ്ചയിക്കാത്ത എണ്ണവും അതിന് പ്രത്യേകമായ സമയവും നിശ്ചയിക്കുമ്പോൾ അവിടെ അത് ബിദ്അത്തായി കടന്നു വരും എന്നുള്ളതാണ്. ഒരു നന്മ എപ്പോൾ, എത്ര എണ്ണം, എങ്ങനെ എന്നൊക്കെ പ്രവാചകനാണ് പഠിപ്പിക്കേണ്ടത്. അത് നമുക്കിഷ്ടം പോലെ നമ്മളൊരു കാര്യം നിശ്ചയിച്ച്
മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ സ്നേഹം സ്വലാത്തിലൂടെ, അതേപോലെ തന്നെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ രംഗങ്ങളിലും, സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ആ പ്രവാചകൻ അധ്യാപനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി ആ പ്രവാചകനെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളായി നമുക്ക് മാറാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടു കാര്യങ്ങൾ പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്: ഒന്ന്, ഇന്ന് മഗ്‌രിബിന് ശേഷം ഇവിടെ വെച്ച് മരണം, ബർസഖ്, പരലോകം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് സുബൈർ സലഫിയുടെ ഒരു പ്രഭാഷണം ഉണ്ടായിരിക്കും. നമ്മളെല്ലാവരും കുടുംബസമേതം അതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമുക്കറിയാവുന്ന ആളുകൾക്കൊക്കെ ആ വിവരം അറിയിച്ച് അവരെല്ലാം നമുക്ക് ആ പ്രോഗ്രാമിൽ എത്തിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതേപോലെ നാളെ അസ്ർ നമസ്കാരത്തിന് ശേഷം ചെറുപ്പറമ്പിൽ വെച്ച് ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അവിടെ നടക്കുന്ന ഖബറുമായി ബന്ധപ്പെട്ട വലിയൊരു അനാചാരം നടക്കുന്നതിന്റെ തൊട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു സ്ഥലത്താണ് പ്രോഗ്രാം നടക്കുന്നത്. ഖബറുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, മുനീർ നജാത്തിയുടെ ഒരു വിജ്ഞാന വേദി നടക്കുകയാണ്. അതിലും പറ്റാവുന്നവരെല്ലാം പങ്കെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയി ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമ്മിൽ നിന്ന് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹു അവർക്കെല്ലാം നീ ശിഫ പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾ അല്ലാഹു ഇനി അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ, പീഡനങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾ, സഹോദരിമാർ, പ്രത്യേകിച്ച് ഫലസ്തീനിലെ ഗാസയിലെ മുസ്ലിമീങ്ങൾ അല്ലാഹു ഇനി അവർക്ക് നിർഭയത്വവും സമാധാനവും രക്ഷയും വിജയവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ ജന്ന. اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين.